ഗൈസ്, എന്നാണ്ട് വിശേഷം? നമുക്കിവിടെ എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ നമുക്കിന്നൊരു ബാപ്റ്റിസം ഉണ്ട് കേട്ടോ. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കഴക്കൂട്ടത്തുനിന്ന് ഇങ്ങ് കൊല്ലത്തുള്ള വീട്ടിലേക്ക് വന്നേക്കാണ്. ഇതിപ്പോൾ ഈ കാണുന്നതൊക്കെ ഇച്ചേൻ്റെ വീടും വീടിൻ്റെ പരിസരമൊക്കെയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മളൊരു കട്ടൻ ചായയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അത് പതുക്കെ കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ച് കഥകളൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഇനിയിപ്പം പതുക്കെ സമയമാകുമ്പോഴത്തേക്കും റെഡി ആവണം. ബാപ്റ്റിസം ആരുടെ എന്ന് വെച്ചാൽ ഇച്ചേൻ്റെ കസിൻ ടോണിയുടെ ഇളയ കുഞ്ഞാവയുടെ ബാപ്റ്റിസമാണ് കേട്ടോ. 3 കുട്ടികളാണ്. അപ്പോൾ അതെവിടെയാണെന്ന് വെച്ചാൽ ശക്തികുളങ്ങര പള്ളിയിൽ വെച്ചിട്ടാണ്. എൻ്റെ ഇടവകയാണത്. അപ്പം അവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ ഫംഗ്ഷനൊക്കെ. ഇനിയിപ്പോൾ പതുക്കെ റെഡിയായിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. എന്താ ഇവിടെ കിച്ചൂസിനെ ഇങ്ങനെ ഈ ആപ്പു റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ ഇഷ്ടത്തിന് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്ത് റെഡിയാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പള്ളിയിലേക്ക് പോയിട്ട് കുഞ്ഞാവേനെയൊക്കെ ഒന്ന് കാണാം. ബാപ്റ്റിസം കുഞ്ഞാവയ്ക്ക് എന്തൊക്കെയാ പറയാനല്ലേ എന്നൊക്കെ ഒന്ന് കേൾക്കാം. ഹലോ ഗൈസ്, ഇത്ര നേരം എൻ്റെ ബാപ്റ്റിസത്തെ പറ്റിയാണ് ആൻറ്റി ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത് കേട്ടോ. ഇന്ന് എനിക്ക് എന്തോ വലിയ പേരിടാൻ പോവരെല്ലാവരും. അതങ്ങനെ വെറുതെ ഒന്നും കിട്ടൂലെന്നാ പറയണത്. പള്ളി വന്നിട്ട് ഇങ്ങനെ അച്ഛൻ കുറേ പ്രാർത്ഥനയൊക്കെ ചൊല്ലി നമ്മുടെ തലയിൽ കൂടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊക്കെ ആ പേര് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്നാണ് എല്ലാവരും പറഞ്ഞ് ഞാൻ കേൾക്കുന്നത്. എന്നാത്തായാലും എന്താ ഈ കാണുന്നതാണ് എൻ്റെ പേര് കേട്ടോ. അങ്ങോട്ട് വായിൽ കൊള്ളണില്ല. അപ്പയും അമ്മയൊക്കെ എന്നെ നൊയിനൊയിന്നാ വിളിക്കുന്നത്. പക്ഷെ ആ പേര് പോരാത്തോണ്ട് എന്തോ വലിയ പേരിടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വന്നേക്കുന്നത് കേട്ടോ. രാവിലെ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് എൻ്റെ മമ്മേനെ കുളിപ്പിച്ച് സുന്ദരിയാക്കി നല്ല പുപ്പൊക്കെ ഇട്ട് തന്ന് എന്നെ കൊണ്ടുവന്ന് ഞാൻ വെച്ച് എനിക്ക് എന്തോലോ വാങ്ങിച്ചു തരാനാണ്. ഇവിടെ വന്നപ്പോഴത്തെ അച്ഛൻ എൻ്റെ തലയിൽ കൂടെ വെള്ളം ഒഴിക്കും. എൻ്റെ തലയിൽ മാത്രമല്ല എല്ലാവരും തലയിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണോ അറിയില്ല. ചിലപ്പോൾ എന്നാലും എനിക്ക് ആ പേര് കിട്ടുള്ളായിരിക്കും. എന്തായാലും ഇച്ചിരി വലിയ ഗമയുള്ള പേരല്ലേ. ഇനിയിപ്പം നിന്നോട് കുളിക്കാനും ഞാൻ റെഡി ആട്ടോ. ഹലോ മമ്മ, എല്ലാവരും എന്താ ഇവിടെ നിൽക്കണം? എല്ലാവരും എൻ്റെ കൂടെ അകത്തോട്ട് പോരെ. ഇനിയിപ്പോൾ എന്താ അവിടെ നിൽക്കാൻ പോണേ നമുക്ക് കാണണമല്ലോ. പപ്പ എന്താ അവിടെ ഷേക്കാൻ്റെയൊക്കെ കൊടുത്തിട്ട് വൈകുന്നത്? വേഗം വന്നാലല്ലേ കാര്യങ്ങളൊക്കെ വേഗം നടത്തത്തുള്ളൂ. എനിക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാനുള്ളതാണ്. അച്ഛനെങ്കിൽ ഇനിയും കുറെയൊക്കെ പ്രാർത്ഥന ചൊല്ലി നിൽക്കുകയാണല്ലോ. എനിക്ക് വേഗം ആ പേരിങ്ങോട്ട് താൻ. എനിക്ക് പ്രാർത്ഥനയൊക്കെ ഒന്നും എന്താ പറയണെന്ന് എനിക്ക് തിരിയണില്ലെന്നേ. എല്ലാവരും കണ്ണും പൊട്ടി കൈയും കുപ്പിക്ക് നിൽക്കുകയാണ്. എനിക്കപ്പോൾ എന്താ ചെയ്യേണ്ടെന്നും അറിയില്ല. എന്തായാലും കണ്ണു തുറന്നിങ്ങനെ ഇരിക്കണം. കൊക്കം വരുന്നുണ്ട്, വിശക്കുന്നുണ്ട്. ഇപ്പം എന്താ ചെയ്യുക? നിന്നൊന്ന് കരഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ ഇതൊക്കെ നിർത്തുമോ? ഇപ്പം എനിക്ക് പേരിടാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമല്ലല്ലോ വെയിറ്റ് ചെയ്യണം. എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ കുറേ ആളെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അവിടെ ആരൊരു സായിപ്പ് നിൽക്കുന്നത്? എൻ്റെ ബാപ്റ്റിസത്തിനൂടെ സായിപ്പൊക്കെ വന്നേക്കുന്നത് എനിക്ക് വൈകുന്നാൻ വലിയ സംഭവമാണല്ലേ. ഇത് ആരാണ്? ഇത് എൻ്റെ ഒരു ചേട്ടായി ആയിട്ട് വരില്ല. അപ്പോഴും എപ്പോഴൊക്കെയോ എവിടെയൊക്കെയോ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് 2 എൻ്റെ ചേട്ടന്മാരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതാരാ? ഇത് എൻ്റെ ഒരു ചേച്ചിയായിട്ട് വരും. എനിക്കറിയാം ഇത് ആരൊക്കെ. അപ്പോഴേക്കും എൻ്റെ മമ്മ അപ്പൊക്കെ ഈ ചേച്ചിയുടെ വീഡിയോസ് കാണുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇത്ര നേരം ഞാൻ കരയാണ്ട് ഗുഡ് ആൻഡ് സ്ട്രോങ് ഗേളായിട്ട് ഇരുന്നിട്ട് എൻ്റെ തലയിൽ കൂടെ വീണ്ടും അച്ഛനെങ്കിൽ വെള്ളം ഒഴിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി കേസ്. ഞാൻ അറിയാണ്ട് കാറിന് പോയി കേട്ടോ. അതിൻ്റെ കൂടെ എന്നെ പേടിപ്പിക്കാനായിട്ട് നമ്മുടെ പള്ളിയിൽ മണിയും കൂടെ അടിച്ചു ഗൈസ്. എനിക്ക് ചൂടെടുക്കുന്നുണ്ട്, നല്ല ബെസ്ക്കുന്നുണ്ട്. ഇപ്പം എന്താ ചെയ്യുക? കരയാതെ വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് കരയാൻ പോവാട്ടോ. നിങ്ങളൊക്കെ എൻ്റെ കരച്ചിലും കേട്ടിട്ട് അവിടെ കുറച്ച് നേരം നിൽക്കുക കേട്ടോ. കുറച്ച് നേരം കരഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു സമാധാനമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെന്ത് ഇവരെല്ലാവരും സ്ഥലം മാറി കളിക്കുക. എല്ലാവരും ആദ്യം വെളിയിൽ കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ കുറച്ച് നേരം അകത്ത് കയറിയിട്ട് ഇതേലും അവിടെ നിന്നു. ഇനി കയറേണ്ട ഇവിടെയും കൂടെ ബാക്കിയുള്ളൂ. ചിലപ്പോൾ ഇവിടം വരെ എത്തി കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം തീരായിരിക്കില്ലേ. എല്ലാം കഴിഞ്ഞെന്നാ തോന്നുന്നത്. അച്ഛനങ്ങളുടെ കയ്യിൽ തലയിൽ വെള്ളം വയ്ക്കുന്ന സാധനം ഞാൻ കാണണല്ലേ ഇപ്പോൾ. പിന്നെ എന്താ അച്ഛനങ്ങൾ എന്തൊരു സാധനം പിടിച്ചിട്ട് നിൽപ്പുണ്ടല്ലോ. ഇനി എൻ്റെ തലയിൽ വെള്ളം വയ്ക്കാൻ ഇങ്ങോട്ട് വാ, ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവും കേട്ടോ.
കഴിക്കാൻ ചേച്ചി തൊപ്പിയൊക്കെ വെച്ച് തരുന്നുണ്ട്. നല്ല സ്നേഹമുള്ള ചേച്ചി എൻ്റെ. ചക്കര ഉമ്മ. ഓ, എന്തൊക്കെയാ കാണുന്ന, നല്ല പാലപ്പൂ, നല്ല പൊരിയില്, നല്ല കട്ട്ലറ്റ് ഒക്കെ ഇരിപ്പുണ്ടല്ലോ. ഇതെല്ലാം ഇനി ഞാൻ എപ്പോഴും കഴിച്ച. എൻ്റെ മമ്മി പറയുന്ന ഇതൊന്നും കഴിക്കാൻ വേണ്ടി ആയിട്ടില്ല എന്ന്. ഇനി വളർന്ന് വലുതാവുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇവിടെ ഉണ്ടാവുമോ എനിക്ക് അറിയില്ല ഗൈസ്. ഹാ, എല്ലാം കണ്ടിട്ട് എനിക്ക് കൊതിയാവുകയാണല്ലോ. വളർന്ന് ചേച്ചാടേയും ചേട്ടാടെ അത്ര കായലല്ലേ എനിക്കിപ്പോൾ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. എന്താ കഴിക്കണേ? പുതിയ സൂത്രമാണല്ലോ. ഐക്യമെന്ന് എന്തോ ആണ് ഇതിന് പറയുന്നത്. ഇതൊക്കെ കഴിക്കണമെങ്കിൽ ഞാൻ ഇമ്മിണിക്കൂടെ ആവണ്ടേ? ഇനിയിപ്പൊ ഇങ്ക് കുടിക്കാണ്ട് വേറെ ഒന്നും വഴിയില്ലാത്തതുകൊണ്ട് ഞാനും എൻ്റെ മമ്മയുടെ കയ്യിലിരുന്ന് സുഖം പിടിച്ചിരുന്ന് ഇങ്ങനെ പാപ്പം കുഴിക്കുക. അച്ഛനങ്കിൾ വീണ്ടും വന്ന് എൻ്റെ തലയിൽ തൊട്ട് അച്ഛനങ്കിളിന് മതിയായിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ചേച്ചി എന്തോ സമ്മാനമൊക്കെ ആയിട്ടാ വന്നേക്കുന്നു കേട്ടോ. എനിക്ക് നിറയെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വീട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് തുറന്ന് നോക്കാനായിട്ട്. എല്ലാവരും എനിക്ക് കുറേ ഉമ്മ തരുന്നുണ്ടല്ലോ. എന്തായാലും ഞാനിപ്പോൾ ആരും മൈൻഡ് ചെയ്യത്തില്ല. എനിക്ക് ഇച്ചിരി പാല് കൊച്ച് നല്ല സുഖമായിട്ടിരിക്കണം. അയ്യോ, ഈ ആൻറ്റി എന്നെ പൊക്കിയെടുത്ത് എന്തിനാണ്? അവൻ്റെ മമ്മേൻ്റെ കയ്യിൽ ഞാൻ നല്ല സുഖം പിടിച്ചിരിക്കുമായിരുന്നല്ലോ. എന്തൊക്കെയോ പറയണെന്ന് നോക്കിയിട്ട് എൻ്റെ വായിൽ നിന്ന് പാൽക്കുപ്പി ഇരിക്കണമെന്ന് ഒന്നും പറയുന്നില്ല കേട്ടോ. എൻ്റെ മമ്മയുടെ അടുത്തിരുന്നിട്ട് എന്നെ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് വെച്ചേക്കുന്നു. കുഴപ്പമില്ല. ആൻറ്റി എന്തൊക്കെയോ വീഡിയോ എടുക്കുന്ന ആളാണെന്ന് എൻ്റെ മമ്മ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. മിണ്ടാണ്ടിരുന്ന് നല്ലവണ്ണം അങ്ങോട്ട് ഗുഡ്ഗേളായിട്ടിരിക്കാം. ഞാനിനിയിപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലൊക്കെ വന്നാൽ പിന്നെ നല്ല രസമായിരിക്കത്തില്ലേ? ചിരിച്ചൊക്കെ എന്നെ കാണിക്കാം. ഇങ്ങനെ മതിയോ? അതോ ഇനി കുറച്ചുകൂടെ എങ്ങനെയെങ്കിലുമൊക്കെ പോസ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് ആൻറ്റി പറഞ്ഞാണ്. എന്നാൽ അതുപോലെ ഞാൻ ചെയ്യാമല്ലോ. ആ ചേച്ചിയുടെ കയ്യിൽ നല്ലൊരു മുട്ടായി ഇരിക്കണ ഞാൻ കണ്ട്. പക്ഷെ ഇതിപ്പോൾ എങ്ങനെയാണ് എത്തിപ്പിടിച്ച് വാങ്ങിക്കാതെ? കള്ളിപ്പെന്നെ ഒളിപ്പിച്ച് വെച്ചേക്കാണെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ അവിടെ കിടന്ന് നിലവിളിച്ച് കരഞ്ഞപ്പോൾ നിങ്ങൾ ആരെ കണ്ടില്ലല്ലോ അവിടെങ്ങും. എന്നെ ഒന്ന് വന്ന് സമാധാനിപ്പിച്ചിടായിരുന്നു. സുനുവിൻ്റെ എന്തേ കയ്യിലൊക്കെ ഇട്ട് തരണം. എൻ്റെ 4 കിലോ വെയിറ്റ് കൊണ്ടുതന്നെ എനിക്ക് നടക്കാൻ വയ്യ. അപ്പോഴാണ് ഇനിയിപ്പോൾ അടുത്ത എന്തൊക്കെയോ സാധനങ്ങൾ എൻ്റെ മേത്തേക്ക് ഇട്ട് തരാം. എന്താ ഗോൾഡ് ചെയിനൊക്കെയാണെന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ല, നിങ്ങളുടെ കിടക്കാം ഇട്ടോട്ടെ. പപ്പയും മമ്മയും ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ എന്തൊക്കെ ഇട്ട് തരുവാണല്ലോ. എന്താണെന്നൊന്നും കൈ പൊക്കി എടുത്ത് നോക്കാനൊന്നും വയ്യ. അവിടെ കിടക്കട്ടെ. എല്ലാവരും ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തുവെച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ അപ്പൂപ്പനും അമ്മമ്മയും കേട്ടോ. അപ്പൂപ്പൻ ഇട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ അമ്മമ്മയും കൂടെ കയ്യിൽ ഇടുക. എല്ലാവരും എന്താ കയ്യിൽ കൊണ്ടിടുന്നത്? എൻ്റെ കാലവിടെ ഫ്രീ അല്ലേ, കാലിൽ കൂടെ ഇട്ടിടായിരുന്നു. ഇതെല്ലാം കൂടെ ഞാനിനി അവിടെ കൊണ്ട് സൂക്ഷിച്ചു വെക്കും. ദീശപ്പായേ. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസിൻ്റെ ബാപ്റ്റിസത്തിൻ്റെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ കുറേ ഫോട്ടോയും കൂടെ എടുത്ത് കഴിയുമ്പോൾ ഇതൊക്കെ തീരുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇനിയും കാണാം കേട്ടോ. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ ബൈ. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ നോയൽ വാവയുടെ ബാപ്റ്റിസം വിശേഷങ്ങളൊക്കെ കേട്ടു കണ്ടു. നിങ്ങൾ ആസ്വദിച്ചെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിൽ പോയി പപ്പേനെയും മമ്മീനെയൊക്കെ ഒന്ന് കണ്ടു. അപ്പുടിനൊക്കെ ബൈ പറഞ്ഞു. തിരിച്ച് നമ്മൾ കൊല്ലത്തുള്ള ഇച്ചാൻ്റെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ പോയിട്ട് നാനീനെയും ബാവുപ്പപ്പേനെയൊക്കെ ഒന്ന് കാണണം. അതൊക്കെ കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും ബൈ ബൈ പറഞ്ഞ് തിരിച്ച് കഴക്കൂട്ടത്തോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ, ടേക്ക് കെയർ.